നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാവയ്ക്ക വെച്ചിട്ട് ഒരു സിമ്പിൾ മെഴുക്കുവരട്ടി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പം നമുക്ക് അതിലേക്ക് കിടക്കാം. ആദ്യമേ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഓൾറെഡി 2 പാവയ്ക്ക, വലിയ പാവയ്ക്കയാണ്, അതിപ്പം എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇവിടെ. അതിനിപ്പം ഇവിടെ നമുക്ക് കിട്ടുന്നത് പച്ചക്കടലിലുള്ള പാവയ്ക്കയാണ്. നാട്ടിലാണെങ്കിൽ അത് വെള്ളക്കടലുള്ളതും കിട്ടും. അപ്പം നമ്മളിവിടെ 2 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ സാധാരണ ഈ പച്ചപ്പാവയ്ക്കയ്ക്ക് ഇച്ചിരി കയ്പ്പ് കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ കയ്പ്പ് കുറയ്ക്കാനുള്ള ഒരു ചെറിയ ടിപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ഇത് തുടങ്ങാം. അപ്പം നമുക്ക് ആദ്യമേ അതിൻ്റെ കയ്പ്പ് കുറയ്ക്കാൻ വേണ്ടി ഞാനിവിടെ ചെയ്യുന്നത്, നമ്മുടെ വാളംപുളി വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമുക്ക് ഈ പാവയ്ക്കയെ ഇട്ട് കൊടുക്കാം. നമ്മളപ്പം ഈ പാവയ്ക്കയെ മൊത്തം ഈ വെള്ളത്തിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പം അതൊന്ന് നമുക്ക് സോക്ക് ചെയ്യാൻ വെക്കാം. അത് ഒരു 20 മിനിറ്റ് നമുക്ക് സോക്ക് ചെയ്യാൻ വെക്കാം. ഇതിനകത്ത് നമ്മൾ വാളംപുളി വെള്ളം ഇട്ടിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ പാവയ്ക്കയ്ക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു 20 മിനിറ്റ് ഇതിനെ നമുക്ക് വെക്കാം. അപ്പോൾ ഇതിൽ ഇനി ചേർക്കാൻ വേണ്ട ഇത് ഞാൻ ഇച്ചിരി ചില്ലി ഫ്ലെക്സ്, അതായത് നമ്മുടെ വറ്റൽമുളക് പൊടിച്ചത് എടുത്തിട്ടുണ്ട്. ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു 1.5 സവാള, കുറച്ച് കറിവേപ്പില, കുറച്ചധികം കൊച്ചുള്ളി. ഞാൻ കുറച്ചധികം കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. അപ്പം കുറച്ച് നമുക്ക് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി നമുക്ക് കൊച്ചുള്ളി കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് കൂടും. അപ്പം നമുക്ക് ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. അപ്പം നമുക്ക് ഇനി അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. സവാള നമ്മൾ ഫൈനായിട്ട് ചോപ്പ് ചെയ്തിരിക്കുകയാണ്. പിന്നെ നമ്മൾ പച്ചമുളക് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കൊച്ചുള്ളി നമ്മൾ ചതച്ചെടുത്തിരിക്കുകയാണ്. കൊച്ചുള്ളി നമ്മൾ ചതച്ചാണ് എടുത്തിരിക്കുന്നത്. കാരണം ചതച്ചിട്ട് കഴിഞ്ഞാൽ അത് വേറൊരു ടേസ്റ്റ് നമുക്ക് കടിക്കാനൊക്കെ കിട്ടും, വേറെ ടേസ്റ്റാണ്. അപ്പം നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. അപ്പം നമ്മൾ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കതിലേക്കൊരു 2 ടീസ്പൂൺ എണ്ണ വെച്ച് കൊടുക്കുക. ലേശം എണ്ണ കൂടുതൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം ഇതൊന്ന് മൊരിഞ്ഞ് വരാൻ വേണ്ടിയാണ് കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ലേശം ചൂടാകാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഗൈസ്, എണ്ണ നല്ലോണം ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്കപ്പം അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. പച്ചമുളക്, കറിവേപ്പില, പിന്നെ നമ്മൾ ഇടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കൊച്ചുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. കൊച്ചുള്ളിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ലോണം ഇളക്കി കൊടുക്കുക. നമുക്ക് സവാളയ്ക്കും ഉള്ളിക്കും ആവശ്യമായ ഉപ്പൂടെ ഇപ്പം ഇട്ട് കൊടുക്കാം. അന്നേരം ഇപ്പം തന്നെ ഉപ്പിട്ട് കൊടുക്കുവാണെങ്കിൽ ആ സവാളയിലൊക്കെ അത് പിടിച്ച് നല്ല ടേസ്റ്റ് ആകുന്നതായിരിക്കും. നമ്മൾ നമ്മുടെ ഇതിലേക്ക് വറ്റൽമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടീസ്പൂണാണ് വറ്റൽമുളക് നമ്മൾ ഇട്ട് കൊടുത്തത്. നമ്മളുടെ വറ്റൽമുളകും എല്ലാം ഒന്ന് ചൂടായി വന്നു, മൂത്ത് വന്നിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് നമ്മളുടെ പാവയ്ക്ക ഇട്ട് കൊടുക്കണം. പാവയ്ക്ക ഓൾറെഡി നമ്മൾ സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് ശേഷം നമ്മൾ വാരി അതിൻ്റെ വെള്ളം കളയാൻ വേണ്ടി വെച്ചിരുന്നതാണ്. അപ്പം അതിൽ കുറച്ച് വെള്ളമുണ്ട്. നമ്മൾ വേറെ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇതിനകത്തിരിക്കുന്ന വെള്ളം തന്നെയാണ് നമ്മൾ ഇത് പാവയ്ക്ക വേകാൻ വേണ്ടി നമ്മൾ എടുക്കുന്നത്. സെപ്പറേറ്റ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാവയ്ക്ക ഇട്ടതിന് ശേഷം നമുക്കൊന്ന്
ഇളക്കി കൊടുത്ത് നമുക്ക് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം. ചെറുതീയിൽ ഇരുന്നതൊന്ന് വെന്ത് വരട്ടെ. നമ്മളൊരു 15 മിനിറ്റോളം അതിനെ വേവിച്ചതിനെ തുറന്നു നോക്കാം. ഏകദേശം അത് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് തുറന്ന് വെച്ചിട്ട് ഇതൊന്ന് നല്ലവണ്ണം മൊരിയിച്ചെടുക്കാം. ഇതിനെ തുറന്ന് വെച്ചിട്ട് തന്നെ നമുക്ക് ഇതിനെ കുറച്ച് തീ ഒന്ന് കൂട്ടി വെച്ച് നമുക്കിതിനെ മൊരിയിച്ചെടുക്കാം. ഓൾമോസ്റ്റ് നമ്മുടെ മെഴുക്കുവരട്ടി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഒരു ലേശം കൂടെ മൊരിഞ്ഞ് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോഴത്തേക്കിന് അത് റെഡിയാവും. അപ്പം നമുക്ക് കുറച്ച് നേരം കൂടെ ഒന്ന് നമുക്ക് ഈ എണ്ണയിൽ തന്നെ ഇട്ടൊന്നൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പം നമ്മളുടെ പാവയ്ക്ക മെഴുക്കുവരട്ടി നല്ലോണം മൊരിഞ്ഞ് കളറൊക്കെ മാറി ഇത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിനെ ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ പാവയ്ക്ക മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. കയ്പില്ലാത്ത പാവയ്ക്ക മെഴുക്കുവരട്ടി. അപ്പോൾ എല്ലാവരും പരീക്ഷിച്ച് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ വരെ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.